വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവോ മദ്യനയവുമായോ ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. ധനബില്ലിലെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിലവിൽ വരണമെങ്കിൽ മദ്യനയവും പിന്നാലെ നോട്ടിഫിക്കേഷനും വരണം. വി.എം. സുധീരന്റെ ആശങ്കയിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായം ആർക്കും പറയാം. CPIM-നെ പോലെ ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രാധിപതികളില്ലെന്നും ഞങ്ങൾക്ക് യെസ് ബോസ് കൾച്ചർ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബജറ്റ് നികുതി നിർദ്ദേശം വന്നു, അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പോളിസി വരണം. പോളിസി വരണതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഫിനാൻസ് ബില്ലിൽ പറഞ്ഞു. ഞങ്ങൾ ഈ നിർദ്ദേശം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് നിലവിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഇതിന് തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നയം നിലവിൽ വരണം. ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്താണ് തെറ്റ്? ഇപ്പം ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലാണോ? CPM എന്നിട്ട് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഏകാധിപത്യമോ ഏകാഛത്രപതികളോ ഇല്ല. യെസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്.